നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. 4 ദിവസത്തേക്ക് കൂടി ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ട് ഡൽഹി റൌസ് അവന്യൂ കോടതി ഉത്തരവിട്ടു. അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടെന്ന് ഇഡി വാദിച്ചു. കോഴ വാങ്ങിയെങ്കിൽ പണം എവിടെയെന്നാണ് കെജ്രിവാൾ തിരിച്ചു ചോദിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റും കോൺഗ്രസിനെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയും നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്കയുടെ പ്രതികരണത്തിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ശക്തമായ വാദപ്രതിവാദങ്ങളാണ് റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി മുറിയിൽ ഉണ്ടായത്. ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് രാജു കേജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയെന്ന് കോടതിയിൽ പറഞ്ഞു. കേസിലെ മറ്റ് പ്രതികൾക്കൊപ്പവും മൊഴി നൽകിയ ചില AAP നേതാക്കൾക്കൊപ്പവും കേജ്രിവാളിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചു. ഇക്കാര്യങ്ങൾ മുൻനിർത്തി 7 ദിവസത്തെ കസ്റ്റഡിയാണ് ഇഡി ചോദിച്ചത്. അഭിഭാഷകന് പകരം കേജ്രിവാൾ നേരിട്ട് തന്റെ വാദങ്ങൾ നിരത്തി. 2 വർഷമായി നടക്കുന്ന കേസിൽ താൻ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ല. 100 കോടിയുടെ അഴിമതി നടന്നെങ്കിൽ ആ പണം എവിടെയെന്ന ചോദ്യവും കേജ്രിവാൾ ഉന്നയിച്ചു. കേസിൽ മാപ്പുസാക്ഷിയായ പി ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് ഇലക്ട്രൽ ബോർഡിലൂടെ 55 കോടി നൽകിയതും ചൂണ്ടിക്കാട്ടി. ഇതിൽ കോടതി അന്വേഷണത്തിന് നിർദ്ദേശിക്കണമെന്ന് കേജ്രിവാൾ ആവശ്യപ്പെട്ടു. കേജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ വാദങ്ങളാണ് ഉണ്ടായതെങ്കിലും കോടതി ഉത്തരവ് പ്രതികൂലമായിരുന്നു. ഏപ്രിൽ 1 വരെയാണ് ഇഡി കസ്റ്റഡിയിൽ കേജ്രിവാളിനെ വിട്ടത്. കേജ്രിവാളിന്റെ അറസ്റ്റ്, കോൺഗ്രസിനെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടി എന്നിവ നിരീക്ഷിക്കുകയാണെന്നും നീതിയുക്തമായ വിചാരണ വേണമെന്ന ആവശ്യം ആർക്കും തള്ളിക്കളയാനാകില്ലെന്നും US വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പരസ്പര ബഹുമാനമാണ് നയതന്ത്രത്തിന്റെ അടിസ്ഥാനമെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സ്വതന്ത്രമായ നീതിന്യായ സംവിധാനം ഇന്ത്യയുടെ അഭിമാനമെന്നും വിദേശകാര്യ വക്താവ് കൂട്ടിച്ചേർത്തു. കേജ്രിവാൾ വിഷയത്തിൽ നേരത്തെ അമേരിക്ക നടത്തിയ പ്രതികരണത്തിൽ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചിരുന്നു. 24 ഡൽഹി. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ പിടിയിൽ. കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? സ്ഫോടനം നടന്ന് 28 ദിവസത്തിനു ശേഷം ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നു, അതും മുഖ്യ സൂത്രധാരൻ തന്നെ. ഇയാളുടെ പങ്ക് എങ്ങനെ, ഒപ്പം മറ്റുള്ളവരുടെ പങ്ക്, ഇതൊക്കെ NIA വിശദീകരിക്കുന്നത് എങ്ങനെയാണ് മനേഷ് മൂർത്തി? 3 പേരെയാണ് ഇപ്പോൾ ഈ NIA ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അത് ഈ പറഞ്ഞ രീതിയിൽ കർണാടക സ്വദേശിയായിട്ടുള്ള മുഹമ്മദ്. മനേഷ് മൂർത്തിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ഫോടനം നടന്ന് 28 ദിവസത്തിന് ശേഷമാണ് മുഖ്യ ആസൂത്രകൻ NIAയുടെ വലയിലാകുന്നത്. ബോംബ് വെച്ചയാളെക്കുറിച്ചുള്ള സൂചന NIAക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ ചിലരെ കസ്റ്റഡിയിലെടുത്തിരുന്നു, വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ സ്ഫോടനം നടന്ന് 28 ദിവസത്തിന് ശേഷം ആദ്യ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. 3 പേരെ ഇതിനോടകം 3 പേർ നിരീക്ഷണത്തിലുണ്ട്, ഏറ്റവും ഒടുവിലായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിന് വിശദാംശങ്ങൾ മനേഷ് മൂർത്തി നൽകും. മനേഷ് മൂർത്തി, തുടരാം. NIA ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടക സ്വദേശിയായിട്ടുള്ള മുസമ്മിൽ ഷെരീഫ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ എന്നുള്ളതാണ് NIA പറയുന്നത്. മാത്രമല്ല 3 പേരെ, 2 പേരെ കൂടി NIA ഇതുമായി ബന്ധപ്പെട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ 2 പേരും ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് പരിഹരിച്ച് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ പിടിയിലായിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ. ഹൈക്കോടതി മുൻ ജഡ്ജ് ഹരിപ്രസാദാണ് അന്വേഷണ കമ്മീഷൻ. സർവകലാശാലയ്ക്ക് വീഴ്ച ഉണ്ടായോ എന്നതടക്കം പരിശോധിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. സർവകലാശാല ചട്ടമനുസരിച്ചാണ് ചാൻസലറുടെ ഇടപെടൽ. ഹൈക്കോടതി മുൻ ജഡ്ജി ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതല. മുൻ വയനാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP കുഞ്ഞനെ അന്വേഷണത്തിന് സഹായിയായി നിയമിച്ചു. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. VC-യുടെയും ഡീനിന്റെയും വീഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശുപാർശകളും കമ്മീഷൻ നൽകണം. കമ്മീഷന്റെ പ്രവർത്തന ചെലവ് സർവകലാശാല അക്കൗണ്ടിൽ നിന്നായിരിക്കും. CBI അന്വേഷണത്തിൽ അന്തിമ തീരുമാനം വരും മുമ്പാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചുള്ള ഗവർണറുടെ നടപടി. 24 തിരുവനന്തപുരം.
ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി റദ്ദാക്കിക്കൊണ്ടുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ച് മണിപ്പൂർ സർക്കാർ. ദുഃഖവെള്ളിയും ഈസ്റ്ററും അവധി ദിവസമായിരിക്കുമെന്നും ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും കാണിച്ചാണ് പുതിയ ഉത്തരവ്. ഈസ്റ്റർ പ്രവൃത്തി ദിനമാക്കുന്നതിനെതിരെ കേരളത്തിൽ നിന്നടക്കം കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ച് മണിപ്പൂർ സർക്കാർ ഇന്നലെ ഇറക്കിയ ഉത്തരവാണ് വിവാദമായത്. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമുയർന്നതോടെ തീരുമാനം പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അവധി റദ്ദാക്കിയിരുന്നത്. എന്നാൽ കേരളത്തിലടക്കം ശക്തമായ പ്രതിഷേധമുയർന്നു. ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് എങ്ങനെ ആളുകളെ തമ്മിലടിപ്പിക്കാൻ പറ്റും. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിലെ മുറിവുകൾ എങ്ങനെയെങ്കിലും ഉണങ്ങണമല്ലോ, ഒരു സ്റ്റേറ്റ് ഇങ്ങനെ കത്താൻ പാടില്ലല്ലോ, നാളെ എല്ലാ ഭാഗത്തും ഇത് പടരാൻ സാധ്യതയുണ്ടല്ലോ. തടയേണ്ട സർക്കാർ തന്നെ അത് കൂട്ടാൻ എങ്ങനെയാണ് മാർഗം? അതുപോലെ തന്നെയാണ് നാഗാലാൻഡിൽ ഹോളി വീക്ക് എന്നൊക്കെ പറയുന്നത് പീഡാനുഭവത്തിൻ്റെ വാരമെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊക്കെയാണോ പീഡാനുഭവങ്ങളുള്ളത് അതൊരു ഉത്ഥാനത്തിലേക്കുള്ള വഴി തുറക്കാനുള്ള മാർഗങ്ങളായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. ഇതോടെ BJP നേതാക്കൾ തന്നെ വിഷയത്തിൽ ഇടപെട്ടു. വിവാദ തീരുമാനം പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. അത് ഞാൻ ശക്തമായിട്ട് അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ ഗവൺമെൻറ്റിനോട് ഒരു റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട്, അത് റീകൺസിഡർ ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നാലെ വിവാദ ഉത്തരവ് പരിഷ്കരിച്ച് ശനിയാഴ്ച മാത്രം പ്രവൃത്തി ദിവസമാക്കി പുതിയ ഉത്തരവ് പുറത്തിറക്കി. 24 ഡൽഹി. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ അതിക്രമം. EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരടക്കമുള്ള നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെയാണ് രാസലായനി ഒഴിച്ച് വികൃതമാക്കിയത്. പ്രകോപനത്തിനുള്ള ആസൂത്രിത ശ്രമമെന്ന് CPIM നേതൃത്വം പ്രതികരിച്ചു. സമഗ്ര അന്വേഷണം വേണമെന്ന് UDFും ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇന്ന് രാവിലെ 11:30യോടെയാണ് പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ശ്രദ്ധയിൽപ്പെട്ടത്. മുൻ മുഖ്യമന്ത്രി EK നായനാർ, CPIM മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, മുൻ MP O ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് രാസദ്രാവകം ഒഴിച്ചത്. ഗ്രാനൈറ്റിൽ തയ്യാറാക്കിയ കോടിയേരി ബാലകൃഷ്ണന്റെ ചിത്രം പൂർണ്ണമായും വികൃതമാക്കി. തിരഞ്ഞെടുപ്പിൽ പരാജയഭീതി പൂണ്ടവർ കലാപമുണ്ടാക്കാൻ ബോധപൂർവം നടത്തിയ ശ്രമമെന്ന് CPIM ആരോപിച്ചു. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി തെറ്റായ ദിശയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യം ഗൗരവപൂർവ്വം അന്വേഷിക്കണം. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. അതിക്രമം അന്വേഷിക്കാൻ കണ്ണൂർ ACP CBK ടോമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. മേഖലയിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പയ്യാമ്പലത്ത് അതിക്രമം നടന്ന സ്ഥലത്ത് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള UDF നേതാക്കളും സന്ദർശനം നടത്തി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് UDF. ഇവിടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഏത് വ്യക്തികൾ ശ്രമിച്ചാലും അത് തീർത്തും അപലപനിക്കപ്പെടേണ്ട കാര്യമാണ്. അത്തരം വ്യക്തികളെ കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനും അധികാരികൾക്കുമുണ്ട്. അതിക്രമത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം, തിരഞ്ഞെടുപ്പ് സമയത്തെ കലാപശ്രമം എന്നീ സാധ്യതകൾ വിശദമായി പരിശോധിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. 24 കണ്ണൂർ. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ പിടിയിൽ. കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ് വീണ്ടും പോകുന്നത്. മനേഷ് മൂർത്തി അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, വിവരങ്ങൾ എന്താണ്? ശ്രീജിത്ത്, NIA അറസ്റ്റിലായിട്ടുള്ളത് ഒരാളെയാണ്. അതിൽ 3 പേരെ NIA ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളെ ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കർണാടക സ്വദേശിയായിട്ടുള്ള മുസമ്മിൽ ഷെരീഫ് എന്ന് പറയുന്നയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്ഫോടനത്തിൽ നേരിട്ട് പങ്കെടുത്തയാളല്ല. മറ്റ് 2 പേർ, അതായത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 2 പേർ, അവർ 2 പേരും സ്ഫോടനത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ്. അതൊന്ന് മുസഫിർ ഷസീബ് ഹുസൈൻ എന്ന് പറയുന്നയാളാണ്, മറ്റൊന്ന് അബ്ദുൾ മജീദ് താഹ. ഇതിൽ ഈ മുസഫിർ എന്ന് പറയുന്നയാളാണ് സ്ഫോടനം നടത്തിയത് എന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ 2 പേരും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്, NIA പറയുന്നത്. മാത്രമല്ല കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, കർണാടകയിലെ വിവിധ മേഖലകളിലൊക്കെ NIA റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം NIA തന്നെ പുറത്തുവിടുന്നത്. അത് കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫാണ്. ഇവർക്ക് പുറത്തു നിന്നുള്ള സഹായങ്ങൾ, അതായത് സ്ഫോടനം നടത്താനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഈ മുസമ്മിൽ ഷെരീഫാണ് എന്നുള്ളതാണ് NIA പറയുന്നത്. മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് NIA അറിയിക്കുന്നത്. അതായത് മാർച്ച് 1 തീയതിയാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. കൃത്യം 28 ദിവസങ്ങൾക്ക് ശേഷമാണ് NIA എന്തായാലും ഈ കേസിൽ ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്.
ചെന്നൈ ആൾവാർപേട്ടിൽ പബ്ബിന്റെ മേൽക്കൂര തകർന്നു വീണ് 3 മരണം. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, എന്താണ് സംഭവിച്ചത്? മനേഷ്, ശ്രീജിത്ത്, ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. അത് ആൽവാർപേട്ടിലെ ഷെഗ്മെന്റ് എന്ന് പറയുന്ന പബ്ബിലാണ് അപകടം നടന്നത്. 3 പേർ മാത്രമേ അതിനകത്ത് കുടുങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കാരണം നേരത്തെ തന്നെ 8 മണിയോട് കൂടി നടന്ന അപകടമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് നൽകിയ വിവരം എന്ന് പറയുന്നത് 3 പേർ മാത്രമാണ് അതിനകത്ത് കുടുങ്ങിക്കിടന്നിരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ മാനേജ്മെന്റ് അറിയിക്കുന്നത്. എന്തായാലും അതിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പബ്ബിലെ ജീവനക്കാരും മണിപ്പൂർ സ്വദേശികളുമായ മാക്സ്, ലാലി എന്നിവരാണ് മരിച്ചത്. മരിച്ച 3ാമത്തെ ആളെ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ IPL നടക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ, നാളെ അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ പബ്ബിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് ഏകദേശം 8 മണിയോട് കൂടി മേൽക്കൂര പൂർണ്ണമായും തന്നെ ഈ പബ്ബിലെ ഈ ആളുകൾ ഉണ്ടായിരുന്ന ആളുകളുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് എന്തായാലും അപകടം ഉണ്ടായിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് 3 പേർ മാത്രമാണ് പബ്ബിനകത്ത് കുടുങ്ങിയിരുന്നത്. അതായത് ഈ അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയിരുന്നത് 3 പേരാണ്. ബാക്കി എല്ലാവരെയും തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസും ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, മനേഷ് മൂർത്തി അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെന്നൈ ആൾവാർപേട്ടിലാണ് പബ്ബിന്റെ മേൽക്കൂര തകർന്നു വീണ് 3 മരണം ഉണ്ടായത്. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി മുകേഷും കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും പത്രിക സമർപ്പിച്ചു. ആദ്യ ദിനത്തിൽ വിവിധ മണ്ഡലങ്ങളിലായി 14 പേരാണ് പത്രിക നൽകിയത്. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നേതാക്കളുടെയും അണികളുടെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ് മുന്നണി നേതാക്കൾക്കൊപ്പം എത്തി പത്രിക സമർപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളാണ് M മുകേഷിന് കെട്ടിവയ്ക്കാനുള്ള തുക കൈമാറിയത്. എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു. ഇനി 1 മാസത്തോളമുണ്ട്. എല്ലാ സഹാക്കളും, പ്രവർത്തകരും, അനുഭാവികളും, സുഹൃത്തുക്കളും എല്ലാം ആത്മാർത്ഥമായിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം. കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി ജില്ലാ കളക്ടർക്ക് പത്രിക നൽകി. 3 സെറ്റ് പത്രികകളാണ് നൽകിയത്. 100% ആത്മവിശ്വാസമാണ്. 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു 40% കഴിഞ്ഞു 2ാം ഘട്ടം. പൊതു അവധികൾ പരിഗണിച്ച് നാളെയും മറ്റന്നാളും അടുത്ത മാസം 1-നും നാമനിർദ്ദേശ പത്രിക നൽകാനാവില്ല. ഏപ്രിൽ 5-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ ചർച്ചയായി പൗരത്വ നിയമ ഭേദഗതിയും EDയുടെ ഇടപെടലുകളും. പൗരത്വ നിയമ ഭേദഗതി മതനിരപേക്ഷ മനസ്സിന് യോജിക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ജാതി സെൻസസിൽ ഇടതു സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് KPMS കുറ്റപ്പെടുത്തി. കേരളത്തിലെ രാഷ്ട്രീയ പ്രചാരണം 2ാം ഘട്ടത്തിലെത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ED കേരളത്തിലേക്കും എത്തിയത്. മാസപ്പടി വിവാദത്തിലെ ED അന്വേഷണം ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയെങ്കിലും അരവിന്ദ് കെജ്രിവാൾ വിഷയം മുന്നിൽ നിർത്തിയാണ് പ്രതിരോധം. കേന്ദ്ര ഏജൻസികൾ നിയമം ലംഘിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നിയമവാഴ്ച ഉറപ്പുള്ള രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത നിയമലംഘനങ്ങൾ അത് കേന്ദ്ര ഏജൻസികൾ തന്നെ നടത്തുന്നത് നാം കാണുന്നു. പൗരത്വ നിയമത്തിലൂടെ RSS അജണ്ട കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയാണെന്നും വിമർശനം. ഇത് സംഘപരിവാറിന്റെ ഹിന്ദു രാഷ്ട്രവാദ സമീപനത്തിന്റെ ഭാഗമാണ്. അടുത്ത വർഷം 2025 RSS ജനിച്ചിട്ട് 100 വർഷം തികയുന്നു. അവരുടെ കടുത്ത വർഗീയ ലക്ഷ്യം പ്രാവർത്തികമാക്കലാണ് ഉദ്ദേശം. ഇത് നാം മറക്കരുത്. ജാതി സെൻസസ് കേരളത്തിൽ നടപ്പാക്കാത്തത് ഇരട്ട നീതിയാണെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കായി മാറിയെന്ന വെള്ളാപ്പള്ളി നടേശൻ. അധികാരത്തിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കോ അതിന് സ്വാധീനം മേടിക്കുവാനുള്ള
സാമുദായിക ശക്തി സമാഹരണം ആ സമുദായം നടത്തിയപ്പോൾ സാമുദായിക ശക്തി സമാഹരണം നടത്തി നമുക്ക് നേടാനൊന്നും സാധിച്ചില്ല. അവരെല്ലാം വോട്ട് ബാങ്കുകളായി മാറി. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം വോട്ട് ബാങ്കുകളാണ്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണി ചർച്ച ചെയ്തിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയമായ സത്യസന്ധതയില്ലായ്മയാണ്. വയനാട്ടിലെ മത്സരം LDFും UDFും തമ്മിലാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഇതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ഊർജിതമാക്കി. രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് രാജ്യം ബൂത്തിലെത്തുക. ഇന്ന് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനമനുസരിച്ച് ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. ഇതിനായി വിജ്ഞാപനം പുറത്തുവന്ന ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് രണ്ടാം ഘട്ടത്തിലാണ്. രണ്ടാം ഘട്ട വിജ്ഞാപനം കൂടി പുറത്തുവന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണ രംഗത്ത് സജീവമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ BJP റാലികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഒഡീഷയിൽ നിന്നുള്ള BJP എംപിമാരായ ഭർത്തൃഹരി മക്തബും സിദ്ധാർത്ഥ് മഹോപാത്രയും ഇന്ന് BJPയിൽ ചേർന്നു. പീലിഭത്തിലെ സിറ്റിംഗ് MP കൂടിയായ വരുൺ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. താൻ പീലിഭത്തിന്റെ പകരാണെന്നും എല്ലാ കാലവും തന്റെ വാതിലുകൾ പീലിഭത്തിലെ ജനങ്ങൾക്കായി തുറന്നു കിടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മറുവശത്ത് കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കി. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 31-ന് ഡൽഹിയിൽ നടത്തുന്ന റാലി ശക്തി പ്രകടനമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിൽ സമയബന്ധിതമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നു. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ, 24. മഹാരാഷ്ട്രയിലെ സീറ്റ് തർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെന്നും ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും സഞ്ജയ് റാവത്ത് 24-നോട് പറഞ്ഞു. എന്നാൽ ഈ വാദം തള്ളുകയാണ് കോൺഗ്രസ്. തർക്കപരിഹാരത്തിനായി മഹാവികാസ് അഘാഡി മുംബൈയിൽ യോഗം ചേർന്നു. 17 സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഉദ്ധവിന്റെ നടപടിക്കെതിരെ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പ്രതികരിച്ചത്. ചർച്ചകൾ തീരും മുമ്പ് ഏകപക്ഷീയമായി പുറത്തിറക്കിയ പട്ടികയെന്നായിരുന്നു വിമർശനം. എന്നാൽ ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് പട്ടികയെന്നും ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലെന്നും സഞ്ജയ് റാവത്തിന്റെ മറുപടി. 22 സീറ്റ് സേനയ്ക്കും 16 എണ്ണം കോൺഗ്രസിനും 10 എണ്ണം NCPക്കും തീരുമാനിച്ചു കഴിഞ്ഞതാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് പറയാം. ഡിസ്കഷൻസ് ആർ ഓവർ ആൻഡ് നൗ വി ആർ going towards our campaigns and joint rallies, common minimum program. എന്നാൽ റാവത്തിന്റെ വാദങ്ങളെ തള്ളുകയാണ് കോൺഗ്രസ്. ചില മണ്ഡലങ്ങളിൽ തർക്കം തുടരുകയാണെന്ന് 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനുമായ പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു. സേനയുടെ പട്ടികയിലെ ചിലർ യോഗ്യരല്ല. Numbers are not important. We have discussed all 48 seats. There is unanimity on most seats. 1 or 2 seats we have some disagreement. And we are trying to resolve that. സീറ്റ് ചർച്ച നീണ്ടത് പ്രകാശ് അംബേദ്കർ കാരണമാണ്. VBAക്ക് മുന്നിൽ ഇനിയും വാതിൽ അടഞ്ഞിട്ടില്ലെന്നും പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു. പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിനുള്ളിലുണ്ടായിരുന്ന പൊതുധാരണ. ആ ധാരണയെ മറികടക്കുന്നതാണ് ശിവസേനയുടെ നീക്കമെന്ന പൊതുവികാരം NCPക്കും കോൺഗ്രസിനുമുണ്ട്. സാഹചര്യം മുതലെടുക്കാനുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. NCP അജിത് പവാർ പക്ഷ നേതാവ് പ്രഫുൽ പട്ടേൽ പ്രതിയായ എയർ ഇന്ത്യ അഴിമതി കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് CBI. 2017-ൽ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഏറ്റെടുത്ത കേസിലാണ് അന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത്. എയർ ഇന്ത്യക്ക് വിമാനം പാട്ടത്തിനെടുത്തതിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു കേസ്. 2006-ൽ പ്രഫുൽ പട്ടേൽ വ്യോമയാന മന്ത്രിയായിരിക്കെയാണ് എയർ ഇന്ത്യക്കും ഇന്ത്യൻ എയർലൈൻസിനും വേണ്ടി 70,000 കോടി മുടക്കി 110 വിമാനങ്ങൾ പാട്ടത്തിനെടുത്തത്. വാർത്താമഴ പൂർത്തിയാവുകയാണ്. ഇനി